ഉത്രട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രം മീനക്കൂറിലാണ് വരുന്നത്. വേഴമാറ്റം മൂലം മീനക്കൂറിൻ്റെ 3-ലാണ് വേഴം വരുന്നത്. ശനി 12-ലും വരുന്നു. ഈ നക്ഷത്രക്കാർക്ക് വേഴമാറ്റം നല്ല ഫലം കിട്ടിയെന്ന് വരില്ല. അതായത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനി 12-ൽ വന്നാൽ അവിടെ 7.5 ശനി പറയാം ഇല്ലേ? 7.5 ശനി അല്ലേ? അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7.5 ശനി വന്നാൽ അത്ര ഗുണകരമല്ലല്ലോ. അപ്പൊ വേഴമാറ്റം കൊണ്ട് ശനി 12-ൽ വരുന്നാൽ അത്ര അത് ഗുണമല്ല. ഈ നക്ഷത്രക്കാർക്ക് വേഴമാറ്റം നല്ല ഫലം കിട്ടിയെന്ന് വരില്ല. ഉദ്ദേശിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടാകാം. അതായത് ശനി 12-ലെ ശനി പാപത്വം ഉണ്ടാക്കും, പിന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കും. ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകില്ല. എന്ത് ചെയ്താലും അതിലൊരു ആത്മവിശ്വാസം ഉണ്ടാകില്ല. ദുർച്ചെലവുകൾ വന്ന് ചേരും. 12 ദുർച്ചെലവ് വരും, അതായത് ചെലവ് കൂടും. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകും. ചെലവുകൾ വർദ്ധിക്കും. ധനനഷ്ടങ്ങൾ ഉണ്ടാകും. കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകും. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. ശനി തർക്കത്തിൻ്റെ ആളും കൂടിയാണ്. തർക്കം മാത്രമല്ല, അടിപിടിയൊക്കെ ഉണ്ടാക്കും. ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വരും ശനി ഉണ്ടെങ്കിൽ. അപ്പൊ 12-ലെ ശനി അത്ര ഗുണമല്ല. അതുകൂടാതെ ദേഷ്യം വർദ്ധിക്കും. വാശി മുഖാന്തരം പല കാര്യങ്ങളും ചെയ്തെന്ന് വരും. അബദ്ധത്തിൽ ചെന്ന് ചാടും. അവസാനം അവിടെ കിടന്ന് കൈയും കാലിട്ടടിക്കും. എടുത്തുചാട്ടം കൂടും. എടുത്തുചാടി പല കാര്യങ്ങളും പ്രവർത്തിക്കും. അതെല്ലാം ദോഷത്തിൽ വരികയും ചെയ്യും. മടി, ഉത്സാഹക്കുറവ് ഇതെല്ലാം ഉണ്ടായിന്ന് വരും. ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇവർ ചെന്നുപെടും. അത് ഉത്രട്ടാതി നക്ഷത്രക്കാർ. വരുമാനത്തിൽ കൂടുതൽ ചെലവുകൾ ഇവർക്കുണ്ടാകും. ഇവർ പരിഹാരമായിട്ട് വിഷ്ണുവിനും ശാസ്താവിനും വഴിപാട് കഴിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. വിഷ്ണുവിനും ശാസ്താവിനും വഴിപാട് കഴിക്കാം. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വേഴം മാറ്റം കൊണ്ട് സാമാന്യമായ ഗോചരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവരെ ജാതകഫലം വേറെയാണ്. ജാതകഫലവും കൂടി കൂട്ടി നോക്കിയാലേ ഒരു ഫലം സമ്പൂർണ്ണമാവുകയുള്ളൂ. ഇത് ഗോചരവശാലുള്ള വേഴമാറ്റം കൊണ്ടുള്ള ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്.